ഭയങ്കരമായിട്ട് അടി വെച്ചിരിക്കുകയല്ലേ? അങ്ങോട്ട് നോക്കി റോഡ് മൊത്തം കരിക്കണം. അതുപോലെ ടൂറിസ്റ്റുകളെ പ്രതീക്ഷിച്ചായിരിക്കും അല്ലേ? രണ്ട് സൈഡും ചോക്ലേറ്റ് ഒക്കെ കൊടൈക്കനാലിന് തിരിഞ്ഞ് വെള്ളം കിടക്കുന്നുണ്ടോ? രാവിലെ വെള്ളം. അതെ അതെ അതെ. ഇത് നമുക്ക് അവിടെ നിന്ന് വരുന്ന വെള്ളമായിരിക്കും. അതെ ലഭ്യാറാ കൊടൈക്കനാൽ റൂട്ടിലേക്ക് കൊടൈക്കനാലിൽ ഇവിടെ നിന്ന് 57 കിലോ 52 കിലോമീറ്റർ അല്ലേ? 51 പിന്നെ പച്ചപ്പാണ് ഇവിടെ തന്നെ. തലക്കുണ്ടൻ ഇപ്പുറത്തും തലക്കുണ്ടന് എൻ്റെ 54 കിലോമീറ്റർ ടൂറിസ്റ്റുകളാ. ഇലക്ഷൻ പ്രമാണിച്ച് എല്ലാ റൂട്ടിലും പോലീസ്. ഇത് കൊടൈക്കനാലിൽ പറഞ്ഞൊരു ഫാമിലിയാന്ന് തോന്നുന്നു. ജ്യൂസ് കിട്ടുമായിരുന്നു ഇവിടെ അടിച്ചിട്ടുണ്ട്. ഓക്കെ നടത്താം. ഇവിടെ ചുരം കാണാൻ തുടങ്ങിയോ? ചെലവായോ? ചെലവായി വരുന്നേ ഉള്ളൂ. വഴിയല്ലേ? റോഡ് ഇച്ചിറ ഞാൻ ചെന്ന് തുടങ്ങും. ഇച്ചിറ ഒരു ലെവലാണ് ഓടിക്കുന്നത്. ഒരു 10 കിലോമീറ്റർ ചെന്ന് കഴിഞ്ഞാൽ അടിവാരമായി. ചിലവായി. കൊടൈക്കനാല് 50 കിലോമീറ്റർ ഉണ്ട്. 51 ഊളംപാറ എന്നൊക്കെയാണ്. അടിക്കാൻ നോക്കി ഹിൽസിലേക്ക് തുടങ്ങിയില്ല. ആയി വരുന്നു. കുറച്ചിടം പറഞ്ഞു 35 കിലോമീറ്റർ ചുരം. വലിയ മിനിമം ചുരം. ഇവിടെ പുള്ളിയുടെയൊക്കെ പഠനമുണ്ടോ? ഈ പുള്ളിമരത്തിനൊക്കെ എത്ര വർഷം പ്രായം കാണും? റോഡിന്റെ വണ്ണതേ സൈഡ് പുള്ളിയാണ്. റോഡിന്റെ പ്ലാൻ കണ്ടോ? കേട്ടോ ഈ റൂട്ട് വലിയ മൃഗങ്ങളുടെ ശല്യമൊന്നും ഇല്ലല്ലോ.
മലയുടെ ഇത് കണ്ടോ, വ്യാപ്തി കാണുന്നുണ്ടോ? ആ മലയോട് അടുത്ത് ഇതെല്ലാം കാണുന്നുണ്ടോ വീഡിയോ? നമ്മള് മലയോട് അടുത്ത് വരുവാണേ. പയ്യെ പോകാം പമ്പ. ഇങ്ങോട്ട് മലയുടെ ആയുധം എത്തിക്കുന്നത് 46 കിലോമീറ്റർ ഓടിക്കുന്നത്. അത് മുന്നോട്ട് വേറെ ഉണ്ടല്ലോ. ഒത്തിരി ഉണ്ട് അവിടെ. ചെറും തുടങ്ങി. ആദ്യത്തെ ഒറ്റയടി പെരുമല എന്നൊക്കെ സ്ഥലത്തിന്റെ പേര്. തിരുമല പെരുമല തിരുമലയല്ലേ? തിരുമല. ഇങ്ങോട്ട് ഓറഞ്ച് തോട്ടമായിരിക്കും പറയുന്നത്. ഓറഞ്ച് സബർജനും അല്ലേ? സബർജന് ഇഷ്ടം പോലെ ഏടി ചെന്നത് ഓറഞ്ച് തോട്ടമാണ്. സ്ഥലപ്പനാണോ? ആ ഡാം കാണാതിരിക്കും കേട്ടോ. ആദ്യം മഞ്ഞമ്മ ബോയ്സ് കണ്ടപ്പോൾ പില്ലർ റോക്കൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. പക്ഷെ അത് ഗുണാക്കേവിലൊന്നും നമ്മൾ പോയിട്ടില്ല. ഗുണാക്കേവിലൊക്കെ ഞാൻ ഇഷ്ടംപോലെ പോയിട്ടുണ്ട്. പോയി നിന്ന് അവിടെ നമുക്ക് എത്തി നോക്കാനേ പറ്റുള്ളൂ. മറ്റേ വല കിട്ടില്ല. അതിനൊന്നും നല്ല രസമാണ്. ഗുണാക്കേവൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാം. സ്കൂളൊക്കെ അടച്ച് അടുത്ത മാസം വരെ ആളാകുള്ളൂ. ഇരട്ടി കൂടുള്ളൂ. സ്കൂളൊക്കെ അടച്ച് വന്നോണ്ടേ പിള്ളേരുടെ ടൂർ വരുന്ന ടൈമേ 2 മാസം വാഹനങ്ങൾ തിരക്കാറ് നമുക്ക് പോകാൻ വലിയ പാടായിരിക്കും. അവിടെ നിന്നുണ്ടേ കൊടൈക്കനാലിന് 10 കിലോമീറ്റർ 10-12 കിലോമീറ്റർ സംതിങ്ങാണ് ലാസ്റ്റ് വരെ. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞാത്തോട്ട് പിടിയല്ല. ഞങ്ങൾ നോക്കി പോകാനാകുന്നില്ല. മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ ഇതൊക്കെ ഉണ്ടായിരുന്നോ? പിന്നെ അതിനെന്ന് വെച്ചാൽ അവന്മാരെ പോയിട്ട് അതിനകത്തുനിന്ന് അവനെ രക്ഷിച്ചുകൊണ്ട് വന്നു. ആ റൂട്ടേ ഉള്ളു ടൂറിസ്റ്റ് ഏറ്റവും നല്ലത്. ഞാൻ താഴെ ലേക്കും പാർക്കും അല്ലേ ഉള്ളൂ. അടി പാർക്ക് പാർക്കെന്ന് ചെടികൾ നല്ല മനോഹരമായി. അതുകൊണ്ട് നമ്മള് പറയുന്നത് ഷൂട്ടിങ് സംഭാഷണം പിടിക്കുന്നുണ്ടോ? ക്ലിയർ ആയിട്ട് നമുക്കത് കട്ട് ചെയ്ത് ഓഡിയോ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ. പിന്നെ കാട് വെക്കണം. ഇങ്ങനെ രസമാണ്. ഈ വണ്ടി എടുത്ത് ആസ്വദിക്കാൻ പറ്റില്ല. കടന്നു ഈ പുള്ളിയല്ലേ നോക്കിയതാണ്. അത് ഷൂട്ട് ചെയ്യണം. അതൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ട്രാക്ക് വഴി പോവുക. മാക്സിമം നോക്കിയിട്ട് ഇയറില പോകുന്നത്. നമ്മുടെ വഴി പേടിക്കണ്ട. ഏഴിയല്ല വണ്ടി പോകുന്നത്. ഷോപ്പും പൈയും കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനെ വണ്ടി നമ്മൾ വളരെ നിൽക്കുന്ന ഞാൻ പറഞ്ഞു. ഇഞ്ചിൻ പിടുത്തമുണ്ട്. ഇഞ്ചിൻ വേണം. ഇഞ്ചിൻ വേണം. നല്ല പിടുത്തമുണ്ട്. 4 ആഴ്ച അന്നേരം വണ്ടി നിൽക്കുമല്ലേ.
ആ ഡാം താഴത്തെ കേട്ടോ ഡാം കാണുന്നുണ്ടോ ഉണ്ട്, ഉണ്ട്. ഇത് ഡാം ഞാൻ ബസ്സിനും അല്ലാതെ ഇപ്പോൾ നിർത്തി കാണുന്നു അതാ ഡാം മറ്റേ ഡാം നമ്മൾ 8 കിലോമീറ്റർ ഉണ്ടല്ലേ ആ ഡാമാണ് ഇത് കാട്ടൊക്കെ എന്നാ പച്ചപ്പായിരിക്കുന്നില്ല അതുകൊണ്ട് ഒരു പെണ്ണിന് എന്തുവാ അതിന്റെ മണ്ടയ്ക്ക് ഇറങ്ങിക്കുന്നു. കർണാടക വണ്ടിയാണോ അതെ അതെ, രണ്ടും കർണാടക വണ്ടിയാണ്. ഇവരുടെ തന്നെ ഗ്രൂപ്പായത്. മിക്സാണോ അത് ബെൻസാണ്. നാൽപ്പത്തിരണ്ടോ 3 കിലോണോ കിലോമീറ്റർ ഇല്ലെന്നേ, ഇത് കേരള വണ്ടിയാണല്ലോ. 81 എവിടെയുള്ള ഞാൻ അറിയത്തില്ല. മറ്റേ ബെൻസല്ലേ നമ്മൾ എടുത്ത് വണ്ടി അതെ അതെ. ബെൻസിനെ എടുത്ത് വണ്ടി പക്ഷെ അവൻ്റെ ആ പെണ്ണ് ഞാൻ എനിക്ക് നോക്കാൻ പറ്റില്ല മറ്റേ ആ കാര്യം ഇവിടുത്തെ റോഡാണ് സ്ഥലത്ത് മുഴുവൻ അവളെ ഒന്നും നോക്കാൻ പറ്റില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ ചെല്ലുക, ഫുഡ് കഴിക്കുക, അവിടെ കയറി കാണുക. ഇറങ്ങാൻ തിരിച്ചറിയുക ഒരു സമയം 2 മണിക്കൂർ ഇറങ്ങാൻ സമയത്ത് പോലെ 6 മണിയാകുമ്പോൾ താഴെ ഇറങ്ങി വരുന്ന പോലെ 4 മണിക്ക് അവിടുന്ന് വന്നാലും 2 മണിക്കൂറും താഴെ വരുന്നത്. പിന്നെ അവിടെ നിന്ന് വന്ന് സാധനം കയറ്റി ആ ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കി വെച്ച് കാണുമ്പോൾ അത് മതി സമയം ഉണ്ടോ ഇനിയിപ്പോൾ മറ്റേതിൽ അവരെല്ലാം ചെക്ക് ചെയ്തോളും. ആ ഒരു ബോർഡ് മേടിക്കുന്ന കാര്യം പറഞ്ഞില്ല, സ്വിച്ച് ബോർഡ് അതിന് കാര്യം അവരോട് ഡിഗ്രി എടുത്ത് അല്ല, അത് നമ്മൾ മേടിച്ച് വെച്ചേ അതിന്റെ വേണ്ട സാധനങ്ങളെല്ലാം മേടിച്ചോണ്ട് ഇവിടുന്ന് പോവാം. ഞാൻ അവിടെ കൊണ്ട് എല്ലാം ക്ലിയർ ചെയ്ത് വൃത്തിയാക്കി ആണോ പറഞ്ഞത്. മറ്റേതെന്ന് പറയുമ്പോൾ അത് നമ്മൾ ഡിജിറ്റലാക്കുവാണല്ലോ. ഡിജിറ്റലാക്കി കിട്ടും, ഒന്നും ചെയ്യണ്ട. ബാക്കിയെല്ലാം കിട്ടും, അതും കിട്ടും. മറ്റേ എല്ലാം അതെ അതെ. ഞാൻ മേടിക്കുന്ന മാത്രമേ ഉള്ളൂ. അതിൻ്റെ ക്ലാസ് നാട്ടിൽ കേട്ടോ. കാലാവസ്ഥ മാറി തണുപ്പ് തുടങ്ങിയാണ്ടോ ഇങ്ങനെ AC ഒക്കെ ഇച്ചിരി കുറയ്ക്കാം. അതല്ല, AC കിടക്കട്ടെ, നമുക്ക് വണ്ടിയെ മൊത്തത്തിലൊന്ന് കൂളായിക്കോട്ടെ. ഊട്ടിയോ അതിനോട് തിരുമലേ പളനിക്ക് ഇവിടുന്ന് അധികം അങ്ങോട്ട് മലങ്ങൾ അങ്ങോട്ട് ഷൂട്ട് ചെയ്യണം. കണ്ടോ ഡാമിൻ്റെ എല്ലാ രസമൊക്കെ ഡാം കണ്ടോ. മറ്റേ ഡാമായിട്ടില്ല ആദ്യം ഇറങ്ങി വരുമ്പോൾ ഷൂട്ട് ചെയ്യും. ഇറങ്ങി രാത്രി ഇറങ്ങി വരുമ്പോൾ പിടിച്ചോടാം. ഇറങ്ങി വരുമ്പോൾ രാത്രിയല്ലേ പിടിച്ചോ പിടിച്ചോ. എന്നാ രസമറിയോ എനിക്ക് ഞാൻ വണ്ടി ഓടില്ല. അടിപൊളിയാ. സൈഡിൽ കൂടെ എല്ലാം കാണുന്നുണ്ട് ഉണ്ടല്ലേ. നമ്മൾ നേരെ കാണുന്ന വ്യൂ മൊത്തം ഇതിനകത്തുണ്ട്. മേഡം ടോപ്പ് ചേർന്നു താഴെ നോക്കാൻ. നീ വേണേ താഴെ നോക്കൂ. ആദ്യത്തെ കടയാണ്, ആദ്യത്തെ ഡോർ ഷോയുടെ സ്ഥലമാണ്. ആദ്യം പോയി ഇത്ര വരവ് നിർത്തി ഞങ്ങൾ 10 വർഷത്തെ ബന്ധപ്പെട്ട് 10 കൊല്ലമായി കാണും. 10 കൊല്ലം